ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ ഒരു കാര്യം, പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല, പേയ്മെന്റ് ഉള്ളതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ഇന്നത്തെ സന്തോഷങ്ങൾ കണ്ട വളരെ നല്ല എനർജിയാണ്. ഇവിടെ ഹെയറഫൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളിവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഏതൊരു തടസ്സങ്ങളെയും, ഏത് തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ നേരെ വന്നാലും, നിങ്ങളുടെ നേരെ ഒബ്സ്റ്റക്കിൾസ് ആണ് വരുന്നത്, കണ്ടില്ല, തടസ്സങ്ങൾ വരുന്നുണ്ട്. അതിനെ നിങ്ങൾക്കിവിടെ മറികടന്നു പോകാൻ സാധിക്കുന്നു. അതിനെ നിങ്ങൾക്കിവിടെ തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്ത് നിർത്താൻ സാധിക്കുന്നു. എന്ത് പ്രശ്നം നിങ്ങളിലേക്ക് വന്നോ, എത്ര വലിയ പ്രശ്നം വന്നോ, നിങ്ങൾക്ക് അതിനെ തടുത്ത് നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ട, അത് ഹെറഫൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് അറിവ്, വിജ്ഞാനം ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കും നിങ്ങളിൽ പലർക്കും. അതുപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മുന്നോട്ട് സന്തോഷകരമായി ജീവിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഒരു പോസിറ്റീവ് എനർജിയും വരികയില്ല. എന്താണ് പ്രപഞ്ചം എന്നറിയാതെ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അവർ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നില്ല. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ എന്താണ്, യാഥാർത്ഥ്യത്തെ നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള കഴിവില്ല എങ്കിൽ, അറിവില്ല എങ്കിൽ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളെയും നേരിടാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങളിൽ പലർക്കും അത്തരത്തിലുള്ള അറിവുള്ളത് കൊണ്ട്, നിങ്ങളുടെ മൈൻഡ് എന്താണ്, നിങ്ങളുടെ ബോഡി എന്താണ്, ഈ ശരീരം എന്താണ്, ഈ ആത്മാവ് എന്താണ്, ഈ പ്രപഞ്ചം എന്താണ്, ഇതൊക്കെ അറിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ സാധിക്കൂ. മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ തടുത്തു നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അറിവ് നിങ്ങൾ നേടിയിരിക്കുന്നു. നിങ്ങൾക്ക് അതുപോലെയുള്ള നല്ല ഒരു സ്ട്രെങ്ത് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാവേ. അടുത്തതായിട്ട് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ദൈവികമായ വിശ്വാസം കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്. അതിൻ്റെ കയ്യിലൊരു ഫ്ലവർ പിടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവത്തിലുള്ള സമർപ്പണമാണ്. ഇവിടെ യൂണിവേഴ്സിലേക്കുള്ള ഒരു സമർപ്പണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു ഫ്ലവർ കയ്യിലെടുത്തിരിക്കുന്നത്. എവിടെയോ യാത്ര പോവുകയാണ്, മറ്റൊന്നും വേണ്ട. കൂടുതലായിട്ട് ഇവിടെ ബാഗേജസ് ഒന്നുമില്ല, കൂടുതൽ ഇവിടെ മറ്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ കാര്യമായിട്ടൊരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പൂർണ്ണമായ സമർപ്പണം. ദൈവത്തിലുള്ള ഒരു സമർപ്പണമാണ്, യൂണിവേഴ്സിലുള്ള ഒരു സമർപ്പണമാണ്, യൂണിവേഴ്സിലുള്ള ഒരു വിശ്വാസമാണ്. മനസ്സിലായോ? ഒരു നിമിഷം കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഒരു ഡിവൈൻ ബ്ലെസ് കിട്ടുന്നത്, ഒരു അനുഗ്രഹം, ദൈവാനുഗ്രഹം വന്നതുപോലെയുള്ള ഒരു തോന്നലാണ്. അപ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എൻലൈറ്റൻമെന്റ് ആയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. മറ്റ് ഒരുപാട് ഭൗതികപരമായ യാതൊരു കാര്യങ്ങളെക്കുറിച്ചും ചിന്തയില്ലാതെ മുന്നോട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ. കണ്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ദൈവത്തിന് എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം. പൂവ്, പുഷ്പമായാലും ഒരു കുറച്ച് ജലമായാലും, ഒരു തുള്ളി ജലമായാലും അത് സ്വീകരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സോടുകൂടി എന്ത് കൊടുത്തോ അത് സ്വീകരിക്കുന്നു. ഇവിടെ മനസ്സാണ് പ്രധാനം. മനസ്സിൽ മാലിന്യമില്ലാത്ത ഒരു മനസ്സാണ് ഇവിടെ പ്രധാനം. അപ്പോഴതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം വിശ്വസിച്ച് യൂണിവേഴ്സിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട്, യൂണിവേഴ്സിനെ പരിപൂർണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അതുപോലെ നിങ്ങളിൽ പലർക്കും ഇതുപോലെ ഒരു തുടക്കത്തിന് സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ ആവശ്യമില്ലാത്ത കണ്ടില്ലേ. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ യൂണിവേഴ്സിലുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് പല കാര്യങ്ങളെയും ഉപേക്ഷിക്കുന്നു, മറ്റ് പലരുടെയും സ്നേഹത്തെ ഇവിടെ ഉപേക്ഷിക്കുന്നു. വേണ്ടാത്തതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ അല്ലെ, ടോക്സിക് ആയിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വിഷമം തരുന്നത്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ചില പേടി സ്വപ്നങ്ങൾ ഉണ്ടാവും, മനസ്സിലായോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ മുറിപ്പെടുത്തുന്നുണ്ടാവും, നിങ്ങളുടെ ഹൃദയത്തെ വളരെയധികം മുറിപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവും. അതിനെയൊക്കെ നിങ്ങൾക്കിവിടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിപ്പോൾ യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ആയിരിക്കുന്നു, അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തുടക്കം വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകാൻ ഇവിടെ കണ്ടില്ലേ, ഇവിടെ സൂര്യോദയം കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സൂര്യോദയത്തിലേക്ക്, ഈ ഒരു വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട, ഇതൊന്നും ഇനി തിരിഞ്ഞു പോലും ഞാൻ നോക്കില്ല എന്നുള്ള ശപഥത്തോടു കൂടിയാണ് ഇവിടെ പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഒരു ആത്മീയപരമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ആത്മീയപരമായ ഒരു ഉണർവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ്. അങ്ങനെ വന്നിട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെയും ഉപേക്ഷിക്കുക, മറ്റ് വേദന തരുന്ന ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ മാത്രമേ മാനസികമായിട്ട് സന്തോഷവും സമാധാനവും ലഭിക്കൂ എന്ന് അറിവുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് മാനസികമായിട്ട് സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് ഇവിടെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് തന്നെയാണ് കാണുന്നത്. അല്ല എങ്കിൽ ഇതുപോലെയുള്ള ഒരു ആനിമലിനെ നിങ്ങൾക്ക് അടുത്ത് ചെന്നിരുന്ന് തൊടാൻ പറ്റുമോ? ദൂരേന്ന് വരുമ്പോഴേ നമ്മൾ പേടിച്ചു പോകും അല്ലെ. ഇപ്പോൾ അടുത്തിരുന്ന് നിങ്ങൾക്ക് അതിനെ തൊടണമെങ്കിൽ എന്താണ് ഇവിടെ മെന്റലി സ്ട്രെങ്ത് കൈവരിച്ചിട്ടുണ്ട്. അത് ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മെന്റൽ സ്ട്രെങ്ത് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അതായത് മറ്റ് ജീവജാലങ്ങളോട്, അല്ലെങ്കിൽ ജീവികളോടുള്ള സ്നേഹം, ജീവജാലങ്ങളോട് തന്നെ, അത് പ്രകൃതിയോട് തന്നെയും ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. ആ ഒരു സ്നേഹം, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ത്യജിക്കാനുള്ളത്, ത്യാഗമനോഭാവം, നിശ്ചയദാർഢ്യം, അതുപോലെ നേടിയെടുക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത്, മാനസികമായ സ്ട്രെങ്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയും ഇവിടെ എന്തോ ഒബ്സ്റ്റക്കിൾസ് വന്നോ, അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ട ഹെയറോഫിന്റെ എനർജിയിൽ കണ്ടത് തന്നെയാണ്. ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഇവിടെ മറികടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുള്ള സ്ട്രെങ്ത് ഇവിടെ കൈവരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇതെന്ന് കാണുന്നുണ്ട്. ഇവിടെ ലവേഴ്സാണ്. ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഇത് നിങ്ങളുടെ ദൈവാനുഗ്രഹം തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന്, നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലെ തന്നെ ചില സ്വപ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെയുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നതായി പലപ്പോഴും നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്വപ്നം കണ്ടതുപോലെയുള്ള വ്യക്തി നിങ്ങളുമായി പാർട്ണർഷിപ്പ് ചേർന്ന് പോകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവരുമായി നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ഒറ്റയായി പോയി ജീവിതത്തിൽ എന്നുള്ള വിഷമമാണ്. ഒറ്റയാവുന്നത് എപ്പോഴാണ്? ആരാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് പ്രപഞ്ചവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അടുക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു അടുപ്പം സ്ഥാപിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലെയും ഒരു അകൽച്ച സംഭവിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോകാം. ഇഷ്ടപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോകുമ്പോൾ നിങ്ങൾക്കല്ല നഷ്ടം വരുന്നത്, അവർക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വിഷമിക്കുമായിരിക്കും തൽക്കാലത്തേക്ക്, പക്ഷെ അവർക്കാണ് പിന്നീട് വിഷമം വരുന്നത്. നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് മാത്രമുള്ള വിഷമമേ ഉള്ളൂ. പിന്നീട് നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വലായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുമല്ല എങ്കിൽ നിങ്ങളിവിടെ ഒറ്റപ്പെട്ട് നിങ്ങളുടെ
ഒരുപാട് സ്നേഹമായിട്ടിരുന്ന ഏതെങ്കിലും പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള എനർജിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഫീൽ ചെയ്യാം. ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നതാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും കണ്ടില്ല, നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ആരൊക്കെയോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവാം. ആരെങ്കിലും ഒക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങൾ തൽക്കാലത്തേക്ക് ദുഃഖം അനുഭവിക്കുന്നു. പക്ഷെ പിന്നീട് നിങ്ങൾ 3 ഓഫ് കപ്സിന്റെ എനർജിയിലേക്കാണ് വരുന്നത്. നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് പഴയതിനേക്കാൾ സന്തോഷമായി മുന്നോട്ടൊരു ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം അല്ലെങ്കിലും പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഒക്കെ സന്തോഷിക്കാനുള്ള ദിവസമായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൂട്ടുകാരൊന്നിച്ച് പോകുന്നതാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ മറ്റ് പല ഫംഗ്ഷനുകളിലും പങ്കെടുത്ത് സന്തോഷം അനുഭവിക്കുന്ന എനർജി ആവാം ഇവിടെ വന്നിരിക്കുന്നത്. ഫാമിലിയിൽ തന്നെ ചില വിശേഷങ്ങൾ ഉണ്ടാവാം, അവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലുമായിട്ട് വേർപെട്ട് പോയി കഴിഞ്ഞാലും വീണ്ടും തൽക്കാലത്തെ ഒരു ക്ഷമം മാത്രമേ ഉള്ളൂ. വീണ്ടും നിങ്ങൾക്ക് മനസമാധാനവും സന്തോഷവും ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്ത് കഴിവാണോ നിങ്ങളിലുള്ളത് അതിനെ കണ്ടെത്തി നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ അതുപോലെ മറ്റുള്ളവർ പ്രശംസിക്കുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു. ചിലപ്പോൾ ചില കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിടത്തു നിന്നും അല്ലെങ്കിൽ സ്കൂളിലായാലും കോളേജിലായാലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിന് നിങ്ങളെ അഭിനന്ദിക്കുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന എനർജി ആവാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്കാര്യങ്ങളിലൊക്കെ പ്രൊമോഷൻ കിട്ടിയതിന് നിങ്ങൾക്ക് ഏതെങ്കിലും പുരസ്കാരങ്ങൾ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതാവാം. അതുമല്ല എങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന എനർജിയുമാകാം. എന്തായാലും ശരി, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതായിട്ടും അവിടെ നിന്ന് നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായ കുറച്ച് ഉയർച്ചയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പല തുടക്കങ്ങൾക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിവിടെ സാധ്യമാകുന്നതാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ ഇവിടെ സഫലമാകുന്നുണ്ട്. കണ്ടില്ലേ ബേർഡ്സ്? അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ പ്രതീക്ഷകൾ സഫലമാകുന്നതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധിയും വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുവഴി തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുന്നു. ആ ഒരു നല്ല മനസ്സ് നിങ്ങൾ മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പ്രയോഗിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പല തുടക്കങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സമയമായിരിക്കുന്നു എന്നും ഇവിടെ കാണാൻ കഴിയുന്നു. ചില ഷോപ്പുകളാവാം, അതുപോലെ തന്നെ നല്ല ചില സ്ഥാപനങ്ങൾ, അതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു തുടക്കം, അതുപോലെ വിവാഹം നടക്കാനുള്ളതോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ളതോ, അങ്ങനെ പലതരത്തിലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും അധികമായിട്ട് പറയാൻ പറ്റുന്നത് ഇവിടെ സാമ്പത്തികപരമായൊരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, എന്തോ തുടങ്ങാൻ പോകുന്ന പേജ് ഓഫ് വാൻസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്, എന്തോ നിങ്ങളിവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തുടക്കം കുറിച്ചതിന് ഓരോ ദിവസവും നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ എന്തുമാത്രം പ്രോഗ്രസ് ആയിട്ടുണ്ട്. ഞാൻ തുടങ്ങി വെച്ച ബിസിനസ്സിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവാം. ഓരോ ദിവസവും രാവിലെ അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു ബിസിനസ്സിൽ നിങ്ങൾ പങ്കാളിയായിട്ടുണ്ടാവാം. ഓരോ ദിവസവും നിങ്ങൾ അതിന് എത്രമാത്രം വളർച്ചയുണ്ടാവുന്നു എന്ന് നോക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറേയൊക്കെ മാനസികമായ സമാധാനം തരുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ട് എന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ കണ്ടില്ലേ, പ്രകാശമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാൻസിൽ പ്രകാശം വന്നിരിക്കുന്ന പേജ് ഓഫ് വാൻസിന്റെ എനർജി അല്ലേ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ 5 ഓഫ് വാൺസിന്റെ എനർജിയാണ്. മറ്റുള്ളവർ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു, മുന്നോട്ട് നിങ്ങൾക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്, അത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ആണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കാമെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ്, ഇത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് വരേണ്ടത് എൻ്റെ ആവശ്യമാണ്, മറ്റുള്ളവർ എന്നെ നയിച്ചിട്ടല്ല ഞാൻ വരേണ്ടത്. മനസ്സിലായി? എനിക്ക് സ്വയം ഒരു ഉണർവുണ്ടായിട്ട് സ്വയം ബുദ്ധി തോന്നിയിട്ട് വേണം എനിക്ക് മുന്നോട്ട് വരാൻ എന്നാണ് ഇവിടെ കരുതേണ്ടത്. അങ്ങനെ മുൻപോട്ട് വന്ന് നിങ്ങൾക്കൊരു ജയം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടല്ലേ? ഇവിടെ എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സമൃദ്ധി, ഐശ്വര്യം ഒക്കെ വരുന്നതാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിവാഹം നോക്കിയിരിക്കുന്നവരുടെ വിവാഹം നടക്കുന്നത്, അതുമല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജി. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുതരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. നിങ്ങളുടെ ഒരു ഭാഗ്യ സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതുവരെയും ഇല്ലാതിരുന്ന ചില തുടക്കങ്ങൾ കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ പുതിയൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. ഇനി അതുമല്ല എങ്കിൽ മറ്റെന്തോ കാര്യത്തിന്റെ പ്രോഗ്രസ് അഥവാ സാമ്പത്തികം വന്നു ചേരാൻ വേണ്ടി കാത്തിരിക്കുന്ന എനർജി ഉണ്ട്. ഇനി ആദ്യത്തെ ശമ്പളം ലഭിക്കാനാവാം. ഇനി സാമ്പത്തികം ഇതുവരെ കിട്ടാൻ പോകുന്ന ചില സമയം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം. അതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ വിവിധ മാർഗങ്ങൾ, വിവിധ തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ടും അതിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് സാമ്പത്തികം തന്ന് സഹായിക്കുന്ന എനർജി ആണെങ്കിൽ അതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയും ചില നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. നമുക്കിന്ന് ഫുൾ മൂണിന്റെ എനർജി ഒന്ന് നോക്കാവേ. പ്രോസ്പെറിറ്റി ലൈസ് അഹെഡ് എന്നാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല? നിങ്ങളിലേക്ക് ഇപ്പൊ പ്രോസ്പെറിറ്റിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഐശ്വര്യവും സമൃദ്ധിയും വരാൻ പോകുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും പലർക്കും ഇവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ്, ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. കണ്ടല്ലേ? ഇവിടെ ഈ ഒരു വലിയൊരു ഫുൾ മൂൺ ആണ്. ഇവിടെ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ അമ്പ് കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ സാധിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ഗോളിനെയാണ് ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകുന്നു, അവിടെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തിനു വേണ്ടി ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന എനർജി ഉണ്ടാവാം. എന്തിനു വേണ്ടി നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാവുന്ന എനർജിയാണ്. അല്ല എങ്കിൽ മനസ്സുകൊണ്ട് തന്നെ കുറെ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ. ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യസ്ഥാനം ഉണ്ടല്ലോ, അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് അധികം താമസമില്ല, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ടൈം ഫോർ ഹീലിംഗ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗിൻ്റെതായ ഒരു സമയമാണ്, കാരണം ഫുൾ മൂൺ സമയമല്ലേ. അപ്പോൾ ഇത് ഒരു ഹീലിംഗിന്റെ സമയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാനസികമായിട്ട് മറ്റ് ഉള്ള മുറിവുകളെല്ലാം എല്ലാത്തിനെയും മുറിവുകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉണക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മറ്റ് വിഷാംശങ്ങളെ എല്ലാം കളയേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ. ഹൃദയത്തിന് പരിശുദ്ധി വരുത്തേണ്ട സമയമാണ്. അതിലേക്ക് നല്ലതുപോലെ ഈശ്വരീയമായ ചൈതന്യം കടന്നു വരുന്നതായിട്ടും കാണാൻ കഴിയും. അത് തന്നെ നിങ്ങൾക്ക് സക്സസിലേക്ക് നയിക്കുന്ന എനർജിയുമാണ്, അത് തന്നെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്ന എനർജിയുമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് ആണ് അടുത്തത്. കണ്ടില്ലേ? നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നോ തീർച്ചയായിട്ടും
അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം പരാജിതരാണെന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കാൻ പാടില്ല. നിങ്ങൾ പരാജിതരല്ല, നിങ്ങൾ എല്ലാവരും നല്ല ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ എല്ലാവരും നല്ല കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ അതിലേക്ക് പുറപ്പെട്ടിറങ്ങുകയാണ് വേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമന്റ് ചെയ്യാൻ മടിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു തരത്തിലുള്ള ഗൈഡൻസ് എങ്കിലും ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി പ്രചോദനമാണത് എന്ന് മനസ്സിലായോ? അത് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ വീഡിയോയും. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് കിട്ടും, എന്തെങ്കിലും മോട്ടിവേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അത്യാവശ്യമാണ്. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എനർജി ഞാൻ ക്ലെയിം ചെയ്യുന്നു എന്നൊരു സെന്റൻസ് എങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ കർമ്മയുടെ ബാഗേജ് കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഈ ഓരോ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആരിൽ നിന്നെങ്കിലും, ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറയാറുണ്ട്, ആരിൽ നിന്നും ഒന്നും വെറുതെ എടുക്കാൻ പാടില്ല, ആർക്കും വെറുതെ ഒന്നും കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ കിട്ടുന്നതിന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പ്രതിഫലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ലൊരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതിന് ബാധ്യസ്ഥരാണ്. മനസ്സിലായോ? ഇല്ല എങ്കിൽ അവിടെ കർമ്മയുടെ ബാഗേജ് കൂട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.